നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അവകാശമാണ്. ഇതെൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥയാണ് കേട്ടോ. വാവരനെ പറ്റിയിട്ട്, വാവരനെ അയ്യപ്പനെ പറ്റിയിട്ട്. പണ്ട് കാലത്ത് മകശ്ശീനെ അയ്യപ്പസ്വാമി കൊല്ലാൻ പോയ സമയത്ത് ഇവിടെ നല്ല ആഘോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആഘോഷം ചുമക്കിയിട്ട് തോന്നുന്നതാണ് എൻ്റെ മനസ്സിൽ വന്നു നടന്നത്. ഞാനിപ്പോൾ പോകുന്നത് കരിമല വഴിയാണ്. കരിമല വഴി പോകുന്ന വഴിയിൽ അഴുതാമേട് അവിടെ വെച്ചാണ് മകശ്ശീനെ അയ്യപ്പസ്വാമി കൊലപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെയൊക്കെ ഞാനൊക്കെ ജനിച്ച് കഴിഞ്ഞിട്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാരണവന്മാർ ഇവിടെ കാടൊക്കെ വെട്ടിയിട്ട് പന്തമൊക്കെ പൊടിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോയാറുന്നത്. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് നടന്നു പോകുന്നത് ഈ കാളവണ്ടി വിളിച്ചിട്ടൊന്നും പോയായിരുന്നു പണ്ട് കാലത്തൊക്കെ. പണ്ടത്തെ കാരണവന്മാരെന്ന് പറയുമ്പോൾ അവർ നല്ല കഠിന വ്രതം എടുത്തിട്ട് ഇതുപോലെ മലയും കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള വ്രതം എടുത്തിട്ടായിരുന്നു പോയാറുള്ളത്. പിന്നെ ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് വന്നപ്പോൾ അങ്ങനെ പോയി തുടങ്ങി. ഞാനൊക്കെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പോകാൻ തുടങ്ങി ശബരിമലയ്ക്ക്. അപ്പം അന്നൊക്കെ 45 വ്രതമൊക്കെ എടുത്തിട്ട് പോയായിരുന്നു. ചെട്ടും ശീലമൊക്കെ നന്നായിട്ട് പാലിക്കുന്നതായിരുന്നു. അങ്ങനെ എഴുതിയെന്ന് ഏകദേശം കുറച്ചെന്നുള്ള എഴുതാൻ വേണ്ടിക്ക്. പകർന്ന് കുളിച്ചിട്ട് കല്ലെടുത്തിട്ട് മനുഷ്യന് മർദ്ദനം ചെയ്തവിടെ കൊണ്ടുപോയിട്ട് കല്ലിടണം. അപ്പം അങ്ങനെ കല്ലിടാൻ കൊണ്ടൊന്ന് എനിക്കൊരു കല്ല് കിട്ടി. കല്ലിൽ ഞാൻ കുറേ സൂക്ഷിച്ച് നോക്കി. കല്ലെടുത്തിട്ട് ഇടുന്ന കുറേ എനിക്ക് വരുന്നതിൻ്റെ രൂപം കൂടെ ഒരു കല്ല് കിട്ടി. ഞാനതെടുത്തും കൊണ്ട് പിന്നെ എഴുതാൻ കൂടി കയറി തുടങ്ങി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരണവന്മാർ പണ്ടങ്ങ് കുറച്ചിട്ട് പോയ വഴിയുണ്ട്. ഇതൊക്കെ പണ്ട് നല്ല ഇട്ടുകൂത്തി കാടാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ ചോദിച്ചാൽ ഒരു കാട്ടാന വന്ന ഒരു കൂലി ഉണ്ടെങ്കിൽ ഇത് കൂടെ നടന്നു പോകുമ്പോൾ അറിയാൻ പറ്റും. അത് രാത്രി സമയങ്ങളിലൊക്കെ ഈ പന്തം മുറിച്ചിട്ടാണ് പോയാറുണ്ട്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മായി എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശന്മാർ ഇവരൊക്കെ പോയൊരു ചരിത്രം നമുക്ക്. അപ്പം എനിക്കിങ്ങനെ പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിൽ ഞാൻ പോയതെന്തായിരുന്നു വഴി. ഇത് എൻ്റെ കാരണമൊക്കെ പോയത് രാജാവായിട്ട് പോയതാണ് കേട്ടോ. ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ആർക്കും വീടിനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടവരൊക്കെ പോയതാണ്. അപ്പം അന്നൊക്കെ ഭയങ്കര ഭക്തിയാണ് എല്ലാവർക്കും. ശബരിമല എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു സ്ഥലങ്ങളല്ല. അപ്പം ആ ഭക്തിയൊക്കെ ഉള്ള സമയത്ത് പിന്നെ കുറച്ച് ചില പ്രോബ്ലംസ് വേറെ കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ട്. അതൊക്കെ ശരിയാവില്ല. അപ്പോൾ ഇതാണ് കരിമലയ്ക്ക് പോകുന്ന വഴി. അപ്പം നല്ല മരങ്ങളും ഒന്ന് പാറക്കല്ലും നല്ല കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞിട്ട് പോകും. കല്ലും മുഴുവൻ കാലിക്കും മുറ്റിനൊക്കെ പറയും കൊണ്ട പോകും. പക്ഷെ നല്ല കഠിനം എന്ന് പറഞ്ഞാൽ നല്ല കഠിനമുണ്ട്, പ്രയത്നമുണ്ട്. ഇതെന്തോ 7 മല എങ്ങാണ്ട് കഴിയണമെന്ന്. 7 മല കഴിഞ്ഞിട്ടാണ് പോകുന്നത്. വേറൊരു പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ന്യൂ ഇയർ വരാൻ പോകും. അപ്പോൾ അങ്ങനെ കല്ലിടാങ്കുന്ന് എത്തിയിട്ട് മനുഷ്യനെ മർദ്ദനം ചെയ്ത് അവിടെ ഞാൻ അഴുതിയെന്ന് കല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടിട്ടിട്ട് അങ്ങനെ. അപ്പോൾ ഇവിടെയാണ് മഹിഷി മർദ്ദനം നടന്നത് കേട്ടോ. അയ്യപ്പസ്വാമി മഹിഷി മർദ്ദനം നടത്തിയിട്ട് കല്ലിട്ടിട്ട് മൂടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം വേറെ ഉണ്ട്, കല്ലിട്ട് മൂടാനുള്ള കാരണം. അപ്പോൾ അത് വഴിയെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യം പമ്പയ്ക്കാണ്. അപ്പോൾ അവിടെ പ്രദക്ഷിണം വെച്ചിട്ട് ഞാൻ നേരെ പമ്പയ്ക്കാണ് ലക്ഷ്യം വെച്ചത്. ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് പമ്പ എത്തുമെന്ന് വിചാരിക്കുന്നു.